വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന 2 തരം വെയ്റ്റ് ലോസ് ഡ്രിങ്ക്സ് ആണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഹെൽത്തി ലസ്സിയാണ് തയ്യാറാക്കുന്നത്. കൊഴുപ്പ് കുറഞ്ഞ തൈര് ഉപയോഗിച്ചാണ് ലസ്സി തയ്യാറാക്കുന്നത്. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ബ്ലോട്ടിംഗ് കുറയ്ക്കാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇതുപോലൊരു ലസ്സി തയ്യാറാക്കി കഴിക്കാം. സമ്മർ സീസണിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകാനും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ലസ്സി കുടിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ പ്രോട്ടീൻ ഉള്ളതിനാൽ കുറേ നേരത്തേക്ക് വിശപ്പില്ലാതിരിക്കാനും ഇതുപോലൊരു ലസ്സി നിങ്ങൾക്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഹെൽത്തി ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ലസ്സിയിലേക്ക് ആവശ്യമായ സബ്ജ സീഡ് സോക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായി മാറ്റിവെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായി സോക്കായി വരും. ഇനി ഇതിലേക്ക് ആവശ്യമായ നട്ട്സും കിസ്മിസും കൂടെ സോക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 ബദാമും 4 കിസ്മിസും കൂടെ കുറച്ച് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അതാണിത്. ഇത് നല്ല സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സബ്ജ സീഡും നല്ല സോക്കായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് ക്രീമി ലസ്സിയാണ്. ഈ ലസ്സി തയ്യാറാക്കാനായി ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബദാമും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. ബദാമിൻ്റെ തൊലി നീക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലസ്സിക്ക് മധുരം കിട്ടാനായി 2 ഈന്തപ്പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ഈന്തപ്പഴത്തിന് കുരു നീക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അടുത്തതായി ലസ്സിക്ക് നല്ല ഫ്ലേവർ കിട്ടാനായി 1 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കൊഴുപ്പ് കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലസ്സി തയ്യാറാക്കാനായി അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത ലസ്സി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സബ്ജ സീഡ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക. ഈ ലസ്സി നിങ്ങൾക്ക് ഒരു 11 മണിയാകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. അല്ലെങ്കിൽ 4 മണിക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു ലസ്സി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയായ ചോക്ലേറ്റ് ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ലസ്സി തയ്യാറാക്കാനായി ഒരു ജാറിലേക്ക് മധുരമില്ലാത്ത കൊക്കോ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ തൈര് 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മധുരത്തിനായി 1 ടീസ്പൂൺ കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ലസ്സി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ലസ്സി കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക. ഈ ഒരു ലസ്സി നിങ്ങൾക്ക് രാവിലെ 11 മണിക്ക് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാം. അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചായയ്ക്ക് പകരമായി ഇങ്ങനെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇത് ലോ കലോറി വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ്. വെയ്റ്റ് ലോസ് ചെയ്യുന്നവരിൽ ബ്ലോട്ടിംഗ് കുറയ്ക്കാനും ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇങ്ങനൊരു ലസ്സി തയ്യാറാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. വെയ്റ്റ് ലോസ് ഡയറ്റ് നോക്കുന്നവർ ചൂടുള്ള സമയത്ത് ശരീരം തണുക്കാനായി ഇതുപോലെ നല്ലൊരു ലസ്സിയൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇതുപോലെ തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ലസ്സിയാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്